ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ മസാല വെച്ചിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 2 ഷേരി മീനാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണിത്. അപ്പോൾ അതിനെ ഒന്ന് വിനേഗറിലും ഉപ്പിലും ഒന്ന് നന്നായിട്ട് ഒന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഫിഷ് ഒന്ന് നന്നായിട്ട് നമുക്ക് അടുപ്പിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇതുപോലെ. അപ്പോൾ തന്നെ നന്നായിട്ട് മസാലയെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തുള്ള മസാല തയ്യാറാക്കാം. ഒന്ന് പുരട്ടാനുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള യൂസ് ചെയ്തത്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരക്കണം. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു എരിവുള്ള സാദാ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു മസാല ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഹാഫ് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ കൺസിസ്റ്റൻസി റെഡിയാക്കിയത്. അപ്പം മീനിൻ്റെ അകത്ത് നന്നായിട്ട് മസാല ഒന്ന് പെരളുന്ന രീതിയിൽ ഇതൊന്ന് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് മീനിൻ്റെ എല്ലാ വശത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലെല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉള്ളിൽ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. ഫിഷിൽ മസാല തേച്ചതിന് ശേഷം തന്നെ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം മസാലയെല്ലാം പിടിച്ചിട്ട് കറക്റ്റ് മസാല നന്നായിട്ട് മീനിൽ പിടിക്കും. അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്താലേ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കരിഞ്ഞു പോവുകയും ചെയ്യും, പെട്ടെന്ന് ഉള്ളു വേവുകയില്ല. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഞാനൊന്ന് കവർ ചെയ്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ, ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഒരു 2 സ്പൂണ് വലിയ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, വലിയ മീനാണെങ്കിൽ. അപ്പോഴേ പൊട്ടിപ്പോണ്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇതൊരു വേറെ ലെവലിലേക്ക് മാറും. അപ്പം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ഫിഷ് ഫ്രൈ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത്. അപ്പോൾ ഏത് മീനിലും ഈ സെയിം മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.